സ്വാഗതം. ഇന്ന് നമ്മൾ ബസ് മിനിറ്റ് കേരളയിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ന്യൂ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഡേ ആൻഡ് നൈറ്റ് സിസ്റ്റം ആൻഡ് റെയിൻ സിസ്റ്റം അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് ഈ പൊല്യൂഷൻ എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊരു പോക്കടെയാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഗെയിമിലോട്ട് കിടക്കാം. പിന്നെ നമുക്ക് കൊണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ രാവിലെയാണ്. നമുക്ക് നൈറ്റ് അല്ലെങ്കിൽ ഡേ റെയിൻ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഡേ റെയിൻ ആഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഡേ ആണ്, റെയിനുണ്ട്, റോഡിൻ്റെ റിഫ്ലക്ഷനൊക്കെ ഒന്നുമില്ല. അപ്പം ഇൻറ്റീരിയറിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഗ്ലാസ് ഓഫ് ചെയ്തിട്ടേക്കാണ്. കണ്ട ഈ ഗ്ലാസ്സിൽ കണ്ട ഈ മഴത്തുള്ളികളൊന്നും അത് നമുക്ക് വൈപ്പർ ഇടുമ്പോൾ അത് മാഞ്ഞു. അതായത് സെയിം ലൈക്ക് ബസ് ഐ ഡി അത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡ് സിസ്റ്റം പോയിട്ടുണ്ട്, അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഒരു വല്ലത്തതായിപ്പോയി. പിന്നെ നമ്മളെ ഗെയിമിൽ ഇതാണ് ഓട്ടോ ഗ്രാഫിക്സ്. ലൈറ്റ് ഉണ്ട്, ഇതാണ് ലൈറ്റ്. നമ്മളെ വണ്ടി നമുക്ക് റോഡിലോട്ട് എത്താം. പിന്നെ വേറെ വന്നിട്ടുള്ളതാണ് ഈ പൊല്യൂഷന്. അത് ഒരു വണ്ടി ഇട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ട്രാവലർ വരുന്നുണ്ട്, നമുക്ക് അതിൽ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ വണ്ടിയിൽ വരുമ്പോൾ അതിൽ കൊള്ളാതെ ഇങ്ങനെ പോകുന്നത് വണ്ടി ഇങ്ങനെ അതെ, ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്തോട്ടെ. ഇനി നമുക്കൊരു രാവിലെ വയ്ക്കാം. 7 മണി വേണു, 7 മണി വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ അതിരാവിലെ 7 മണിയുള്ള ഗ്രാഫിക്സാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 10 മണി 12 മണിക്ക് വയ്ക്കാം. 12 മണി ഓക്കെ. ഇതാണ് 12 മണി ഗ്രാഫിക്സ്. അല്ല ഒരു എഫക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഗ്രാഫിക്സാണ് ഞാൻ മാറിയെന്ന് പറഞ്ഞത്. ലോ ആൻഡ് ഡിവൈസ് കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം ലാഗ് അടിക്കും. അത് ഗ്രാഫിക്സൊക്കെ ഇതായതുകൊണ്ട് യൂണിറ്റി എൻജിൻ വെച്ചാണല്ലോ ഗെയിം ചെയ്തിരിക്കുന്നത്. ഇനി ഇതാണ് ഇൻറ്റീരിയർ വ്യൂ വരുന്നത്. അപ്പോൾ ഗ്ലാസ് ഓഫ് ചെയ്തിട്ടേക്കാണ്, അതായത് ലാഗ് കുറയ്ക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒടുക്കത്തെ ലാഗായിരിക്കും. ഇനി റിഫ്ലക്ഷന് ഷാഡോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ താഴെ കാണാം എൻ്റെ 12-11 FPS ഡൗൺ ആവുന്നുണ്ട്. എന്നാലും നമുക്ക് ഇത്ര FPS ഡൗൺ ആവുന്നത് നമുക്കൊരു രാത്രിയാക്കാം ഗൈസ്. പിന്നെ FPS ഒക്കെ കൂടും. 12 മണി വേണ്ട, 7 മണിയൊക്കെ ആവും. ക്ലോസ് ചെയ്തിട്ട് ഓക്കെ. ഇതാണ് 7 മണി വെബൊക്കെ വരുന്നത്. 8 മണി ഇതൊക്കെയാണ് രാത്രി ഗ്രാഫിക്സ് ഒക്കെ വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം മറന്നുപോയി. ഇനി റിഫ്ലക്ഷൻ, അതായത് ഇപ്പോൾ ഈ ലൈറ്റിൽ കണ്ടില്ലേ എൻ്റെ ചുറ്റിനുമുള്ള റിഫ്ലക്ഷൻ, അതവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഈ ട്രാഫിക് വെഹിക്കിൾസിൽ ഈ ലൈറ്റിൻ്റെ ഇത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്പേഴ്സ് എന്ന് പറയാൻ ആരുമില്ല, ഒരാളാണ് ഈ ഗെയിം ഉണ്ടാക്കിയത്. നൈറ്റ് റെയിൻ വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാമേ. ഓക്കെ, ഇതാണ് നൈറ്റ് റെയിൻ വരുന്നത്. വിസിബിലിറ്റി കുറവാണ് കേട്ടോ നൈറ്റിന്. അതായത് ഈ ഡിസ്റ്റൻസിൻ്റെ കവർ ചെയ്യാനുള്ള ഇത് കുറവാണ്. മാത്രമല്ല അടുത്ത് നിന്നാൽ വലുതായിട്ടും തോന്നും. അങ്ങനെ ഒരു ഇതാണ്. ഇപ്പോൾ തന്നെ ഞാൻ ലോ ബീമിലാണ് ഇട്ടേക്കുന്നത്, ഇത്രയേ വരുന്നുള്ളൂ. ഹൈ ബീമിൽ ഇട്ടാലും ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതാണ് രാത്രി ഇത് വരുന്നത്. സോറി, ഇവിടെ കയറ്റി. പിന്നെ ഈ ഇത് മരത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ റിഫ്ലക്ഷനൊക്കെ വരുന്നത് കൊണ്ട് ഗൈസ് ആണ് ഈ വണ്ടിയിലൊന്ന് കാണിച്ചു തരാം. അതോടെ ബസ് വരുന്നുണ്ട്, അതിൽ കയറ്റി കൊടുത്ത് ഇപ്പോൾ കണ്ടോളേ ആ റിഫ്ലക്ഷൻ കണ്ടു. കണ്ണടിച്ചു പോണ രീതിക്കുള്ള റിഫ്ലക്ഷനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് പിന്നെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലൊന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല വേറെ അപ്ഡേറ്റ്. ഇനി പുതിയ വണ്ടി ഇറക്കുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഡെവലപ്പേഴ്സ് പറയും, അതനുസരിച്ച് നമ്മൾ കേട്ടാൽ മതി. സബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്.
ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ റിഫ്ലക്ഷൻ എന്നാണ് കാണിച്ചിരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പറ്റിയതോട്ട്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ തന്നെ ഇതിൻ്റെ ചുറ്റിനും കണ്ട, ലൈറ്റിൻ്റെ ചുറ്റിനും ആ റിഫ്ലക്ഷൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വേറെയൊക്കെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ കരുതാം. മിക്കവാറും പുതിയ മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 വർഷം കൂടിയതെടുക്കും. കാരണം അതിൻ്റെ ഓരോ ഇതൊക്കെ ചെയ്ത് ബ്ലെൻഡറിലൊക്കെ എഡിറ്റ് ചെയ്യാൻ പാടുള്ള പണി. എവിടെ നോക്കിയടാ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.